മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കളെയും മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 332 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അനേക വിഷയങ്ങൾ ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ 42 അധ്യായത്തിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് നാം കടക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിൽ നിന്ന് ആത്മികരോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ യോസഫിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒന്ന് ചിന്തിക്കാം എന്ന് കർത്താവിൽ ആശ്രയിക്കുന്നു. അതിലൊന്നാമത്തെ വിഷയമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ആത്മികൻ ദൈവത്താൽ തക്ക സമയത്ത് ഉയർത്തപ്പെടും എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ദൈവജനത്തിന് ഹൃദ്യമായ ഒരു അനുഭൂതി, ഹൃദയത്തിന് തണുപ്പ് ഉണ്ടാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൻ്റെ വിവിധമായ പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ വിവിധമായ കൈപ്പേറുന്ന അനുഭവങ്ങളിൽ ഞാൻ താഴ്ത്തപ്പെട്ടു പോകും എന്നുള്ള ചിന്ത മനസ്സിലേക്ക് പിശാച് കൊണ്ടുവരുമ്പോൾ, സ്വർഗത്തിലെ ദൈവം ഉൽപ്പത്തി 42 യോസഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, നിന്നെ ഉയർത്തുവാൻ എനിക്ക് സാധിക്കും. ഒരാത്മികൻ ദൈവത്താൽ ഉയർത്തപ്പെടും എന്ന് പറയുമ്പോൾ അത് കേവലം ഭൗതികമായി മാത്രം ചിന്തിക്കരുത്. ഭൗതികമായ ഉയർച്ച നൽകുവാൻ ദൈവത്തിന് സർവശക്തിയുണ്ട്. അപ്പോൾ തന്നെ ഭൗതികമായ ചിലത് നൽകിയില്ലെങ്കിൽ തന്നെയും ആത്മീക തലത്തിൽ അവൻ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന തരത്തിൽ ഉയർത്തുന്നൊരു ദൈവം നമുക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 6 വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യോസഫ് ദേശത്തിന് അധിപതിയായിരുന്നു. വാസ്തവത്തിൽ യോസഫ് ദേശത്തിന് അധിപതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് ദുഃഖകരമായ കാഴ്ചകൾ നമുക്ക് യോസഫിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും. അല്പ നാളുകൾക്ക് മുൻപ്, ഒരുപക്ഷെ ചില ദിവസങ്ങൾക്ക് മുൻപ്, ആഴ്ചകൾക്ക് മുൻപ് ഈ പറയുന്ന യോസഫ് കാരാഗൃഹത്തിൽ കിടക്കുകയായിരുന്നു. അതിൻ്റെ കാരണമൊക്കെ നമുക്കറിയാം. ആദ്യം അടിമയായി വിൽക്കപ്പെടുന്നു. എന്തെല്ലാം കഠിനമായ ദുരനുഭവങ്ങളിലൂടെ, ഹൃദയം തകർക്കുന്ന വേദനകളിലൂടെ താൻ കടന്നു പോകുകയുണ്ടായി. എന്തെല്ലാം കുത്തുവാക്കുകൾ, എന്തെല്ലാം കുറ്റപ്പെടുത്തലുകൾ ആ മനുഷ്യൻ കേട്ടു. കേവലം യൗവനക്കാരനായിരിക്കുന്ന ആ മഹാഭക്തനെ സംബന്ധിച്ച് അനേക ദുഃഖങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വന്നു. ഒത്തിരി സങ്കടങ്ങളും അതുപോലെ നിന്ദകളുമൊക്കെ ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ അവൻ അനുഭവിച്ചുവെന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കാരാഗൃഹത്തിൻ്റെ തണുത്ത തറയിൽ കിടന്ന് ഏകനായി എന്തുമാത്രം യോസഫ് കരഞ്ഞിട്ടുണ്ടാകും. അതുതന്നെയുമല്ല, അടിമത്വത്തിൽ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അടക്കിപ്പിടിച്ച എത്രയോ നെടുവീർപ്പുകൾ അവനിൽ നിന്ന് ഉയർന്നിട്ടുണ്ടാകും. ലോകത്തിൽ ആരും ആശ്വസിപ്പിപ്പാൻ അവനുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യനും അവനോടൊരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടാകുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നാം തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ആ അനുഭവങ്ങളിലെല്ലാം യഹോവ അവനോട് കൂടെ ഇരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. എന്നാൽ അനേക ദുഃഖങ്ങൾക്ക് മധ്യ നിന്ന്, ചെയ്യാത്ത കാര്യങ്ങൾക്ക് അനുഭവിച്ച കാരാഗ്രഹവാസത്തിൽ നിന്ന്, മറ്റുള്ളവരുടെ നിന്ദാപാത്രമായി തീരുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം യോസഫിനെ ഉയർത്തി ദേശത്തിൻ്റെ അധിപതിയാക്കുന്ന അനുഗ്രഹീതമായ കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. നിശ്ചയമായിട്ടും സ്വർഗം തൻ്റെ ഭക്തന്മാരെ ആദരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തന്നെ
ഒരു കാര്യം എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒരു പക്ഷേ ലോകത്തിൽ വെച്ച് ആ ആദരവ് ചിലർക്ക് കിട്ടിയില്ല എന്ന് വന്നേക്കാം. ഞാനതിനെ ഇങ്ങനെ പറയട്ടെ, മഹാഭക്തർക്ക് മാത്രമുള്ളൊരു അനുഭവമാണത്. ഒരുവന് ലോകത്തിൽ വെച്ച് അവൻ ആദരിക്കപ്പെടുന്നില്ലെങ്കിൽ, അവൻ ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി ദൈവമുമ്പാകെ അവൻ മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരവനെ തിരിച്ചറിയുന്നില്ലെങ്കിൽ, അവൻ മോശക്കാരനായിട്ടല്ല, മറിച്ച് അവൻ നമ്മേക്കാൾ ആത്മീകനായതുകൊണ്ട് ദൈവം പ്രത്യേകമായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് അനുവദിക്കുന്നതായിരിക്കാം. എത്രയോ ഭക്തന്മാരായ ശുശ്രൂഷകന്മാർ, എത്രയോ ദൈവമക്കൾ ലോകത്തിൽ ആദരവ് ലഭിക്കാതെ, ഒരുപക്ഷെ മനുഷ്യർക്ക് അന്യായമെന്ന് തോന്നത്തക്ക രീതിയിൽ അവർ മൺമറഞ്ഞു പോയപ്പോൾ രണ്ടാം ഭാഗം അതാണ്, സ്വർഗം അവരെ ആദരിക്കുന്നൊരു ദിവസമുണ്ട് എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുൻപാകെ അവരുടെ ചെയ്യാത്ത തെറ്റുകൾക്ക് അവർ വിധിക്കപ്പെട്ടപ്പോൾ അത് വെളിപ്പെടുത്തുവാൻ ദൈവം തൽക്കാലം മൗനം പാലിച്ചുവെന്ന് തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിന് അവരെക്കുറിച്ച് മറ്റൊരു ഉദ്ദേശമുണ്ട്. നമ്മേക്കാൾ മഹാഭക്തരാണെന്ന് കാണുന്ന അവരെ നമ്മളെപ്പോലെ മനുഷ്യരുടെ മുൻപാകെ ആദരിച്ചില്ലെങ്കിലും അവൻ പിന്മാറുകയില്ല എന്ന് ദൈവത്തിനറിയാം. അവരെ ആദരിക്കുന്നൊരു സ്വർഗത്തിൻ്റെ സദസ്സ് ഒരിക്കൽ കൂടാനായിട്ട് പോവുകയാണ്. അന്ന് നീതിയുള്ള ന്യായാധിപതി തീർച്ചയായിട്ടും വിശുദ്ധന്മാരുടെ എണ്ണമറ്റ ആ സദസ്സിൽ സ്വർഗീയ ദൂതന്മാരുടെ മുൻപാകെ ഭൂമിയിൽ അനുഭവിച്ച കണ്ണുനീരുകൾക്ക് അവരെ ആദരിക്കുന്ന, നമ്മെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രതിഫലം തന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് യോസഫിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അവനെ തക്ക സമയത്ത് ഉയർത്തി. കാരണം അവൻ ആത്മീകനായിരുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനായിരുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ ഒരു വാക്യം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാണോ? ജീവിതത്തിൽ കണ്ണുനീരാണോ? ജീവിതത്തിൽ ദുഃഖമാണോ? ആരും തിരിച്ചറിയാത്ത നെടിവീർപ്പുകൾ അങ്ങയ്ക്കുണ്ടോ? അങ്ങ് നീതിയോടെയാണ് ജീവിക്കുന്നതെങ്കിൽ, അങ്ങ് ആത്മികനാണെങ്കിൽ ഭയപ്പെടേണ്ട. ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പാൻ ദൈവം അനുവദിക്കുന്നിടത്തോളം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.